Hello, welcome back to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ചപ്പാത്തിയാണ്. കുഴക്കാതെയും പരത്താതെയും തന്നെ വളരെ എളുപ്പത്തിൽ ലിക്വിഡ് ബാറ്ററിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ് ഇത്. അപ്പോൾ ഇത് വേറെ വീഡിയോസിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി പരാജയപ്പെട്ടവരോട് എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കാന്നുള്ളത് ഞാൻ ഇതിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് വളരെ പെട്ടെന്ന് ഈ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്നവരോടും ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുമ്പ് ഈ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിൽ ഒരു ബൗളാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് സ്പെഷ്യൽ ചപ്പാത്തിയാണെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഗാർലിക് പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞിട്ട് ഓരോരു സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നുള്ളത് നെയ്യാണ്. നെയ്യ് ഞാൻ 2 സ്പൂണാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള ആ ഒരു ബൗളിൽ 2 ബൗൾ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാൻ വെക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് വേണം ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം വെന്ത് വരുവോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗം മറിച്ചിടാൻ പാകത്തിന് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ടു മീഡിയം ആക്കി വെക്കുക. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുകയും ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇങ്ങനെ ഒരുപാട് തവണ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ചപ്പാത്തി കിട്ടുകയുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കിയാൽ ഒരിക്കലും ശരിയാവില്ല. പിന്നെ ഇത് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള വീട്ടമ്മമാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത് ലിക്വിഡ് ബാറ്റർ വെച്ചിട്ട്. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ കുഴക്കേണ്ട, പരത്തേണ്ടിയും വേണ്ട. എന്നാൽ ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാകാൻ വേണ്ടി തന്നെ 5-6 മിനിറ്റ് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കുഴക്കാനും പരത്താനുള്ള സമയം ലാഭം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഒരുപാട് ഗ്യാസാണ്. അപ്പോൾ ഇതൊരു പരീക്ഷണം എന്ന രീതിയിലോ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് വൈറലാകാനുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാമെന്നല്ലാതെ ഡെയിലി യൂസിങ്ങിനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് അത്രയ്ക്കും ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, കുഴക്കാനും പരത്താനൊക്കെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ചപ്പാത്തി കഴിച്ചേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ മുമ്പിലോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.